നേരെ നമുക്ക് വയനാട്ടിലേക്കാണ് പോകേണ്ടത്. പ്രതീക്ഷയുടെ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്, വയനാട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാരിന്റെ ടൗൺഷിപ്പിന് തറക്കല്ലിടുന്ന പരിപാടി ഇതാ നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഉദ്ഘാടനം ചെയ്യും. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. റവന്യൂ വകുപ്പ് മന്ത്രി K രാജനുണ്ട്. പ്രിയങ്ക ഗാന്ധി വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിക്കഴിഞ്ഞു. MLA ടി സിദ്ദിഖ് എത്തിക്കഴിഞ്ഞു. ഹരിയ, ഇന്ന് വയനാട്ടുകാരെ ദുരന്ത ബാധിതർക്ക് ഇന്ന് ഏറെ പ്രതീക്ഷയുടെ ഒരു ദിവസമാണ്. കാരണം അവരുടെ കുറച്ച് വൈകിയെങ്കിലും അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ ആ ഒരു നിരാലംബതയ്ക്ക് ഇന്ന് ഒരു പരിസമാപ്തി വരികയാണ്. ആ ടൗൺഷിപ്പ് മുഖ്യമന്ത്രി തറക്കല്ലിടുന്നതോടുകൂടി അവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും ഒറ്റ രാത്രി കൊണ്ടെല്ലാം നഷ്ടമായ ആളുകൾക്ക് പുതിയൊരു പ്രതീക്ഷയാണ് ഇന്നത്തെ ദിവസം. ഈ വർഷം അവസാനത്തോടുകൂടി ടൗൺഷിപ്പിന്റെ നിർമ്മാണം പൂർത്തിയാകും എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. ആ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കോടതി നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ടൗൺഷിപ്പുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഒരു അടുക്കള, 2 മാസ്റ്റർ ബെഡ്റൂം അടങ്ങുന്നതായിരിക്കും ഓരോ വീടുകളും. 7 സെന്റ് ഭൂമിയിലായിരിക്കും ഓരോ വീടുകളും നിർമ്മിക്കുക. ഒരു കുടുംബത്തിന് കൈമാറുക 7 സെന്റ് ഭൂമിയും ആ വീടുമായിരിക്കും. നേരത്തെ 10 സെന്റ് വേണമെന്നൊക്കെ ആളുകൾ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സമവായത്തിലെത്തിയാണ് 7 സെന്റ് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാലും വലിയ പ്രതീക്ഷയുടെ ഒരു ദിവസമാണ് ഇന്ന്. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ ഉരുളെടുത്ത എല്ലാവരെയും നഷ്ടപ്പെട്ട സ്വന്തം ഉറ്റവരെ, പ്രിയപ്പെട്ടവരെ, വീട് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സർക്കാരിന്റെ കൈത്താങ്ങാകുന്ന പദ്ധതിക്ക് ഇതാ ഇവിടെ ഇന്ന് തുടക്കമാകാൻ പോവുകയാണ്. പരിപാടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അറിയാം, നമ്മുടെ തന്നെ പല സ്റ്റോറികളിലും ആളുകൾ, ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ആളുകൾ കൃഷിക്കായോ അല്ലെങ്കിൽ മറ്റ് സഹായത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കണം, നമ്മളുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന തരത്തിലായിരുന്നു അവരുടെ സങ്കടം. അത് ഇന്ന് ഈ ഒരു ടൗൺഷിപ്പിനെ തറക്കല്ലിടുന്നതോടുകൂടി അവരുടെ ആ ഒരു ആശങ്കയ്ക്ക് അറുതി വരികയാണ്. അരി പറഞ്ഞതുപോലെ തന്നെ ഒറ്റ രാത്രി കൊണ്ടാണ് സർവ്വതും നഷ്ടപ്പെട്ടത്, എല്ലാം ഉരുളെടുത്തത്. അവർക്ക് ഇന്ന് പ്രതീക്ഷയുടെ ദിനം തന്നെയാണ്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തറക്കല്ലിടുന്നതോടുകൂടി മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ടൗൺഷിപ്പിന്റെ പ്രൊജക്ട് പ്ലാൻ. അതാണ് നമ്മൾ ഒരു ഭാഗത്ത്, സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത്. ഇത്രയും വിശാലമായൊരു പദ്ധതിയാണ് സർക്കാർ അവിടെ ആവിഷ്കരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആദ്യ ഘട്ടം, ഫസ്റ്റ് ഫേസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് കഴിഞ്ഞ് അവിടെ സ്കൂളുകൾ തുടങ്ങി മറ്റ് വിദ്യാഭ്യാസ സമുച്ചയങ്ങളൊക്കെ തുടങ്ങാനുള്ള പദ്ധതികളും സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിൽ 402 കുടുംബങ്ങൾക്ക് വീട്, അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ഫേസിന് നോക്കൂ, എസ്റ്റിമേറ്റഡ് പ്രൊജക്റ്റാണ് നമ്മൾ കാണുന്നത്. അവർ ഒന്നും ഇല്ലാത്തവരായിരുന്നില്ല. അവർ ഇങ്ങനെ പരിപാടിക്ക് തുടക്കമാവുകയാണ്. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ സംസാരിക്കും. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും KSDMA ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വൈസ് ചെയർമാനും കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ K രാജനാണ്. ഇവിടെ ഈ പ്രവർത്തനത്തിന് മുഴുവനും നേതൃത്വം നൽകുകയും നമ്മുടെ ഒപ്പം നിൽക്കുകയും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഓരോന്നും തന്നെ കണ്ട് അറിയുകയും നീറുകയും പരിഹരിക്കുകയും ചെയ്യുന്നതിലേക്ക് വേണ്ടി ഇപ്പം തൃശ്ശൂരിൽ നിന്നല്ല, തിരുവനന്തപുരം നിന്നല്ല, വയനാട്ടിൽ തന്നെ വളരെയധികം സമയം ചെലവഴിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അധ്യക്ഷനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ടൗൺഷിപ്പ് എന്ന സ്വപ്നം കണ്ടതും അതിനൊരു യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നമുക്കെല്ലാവർക്കും നേതൃത്വം നൽകിയതും ഇതിനുണ്ടായി വരുന്നിട്ടുള്ള നൂലാമാലകളൊക്കെ കുരുക്കുകൾ അഴിച്ചു തരുന്നതിലും ഒക്കെ തന്നെ നമുക്ക് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, ശിലാസ്ഥാപകനായിട്ടുള്ള കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥികളായി വയനാട് ജില്ലയുടെ മന്ത്രിയും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ മന്ത്രിയായ ശ്രീ OR കേളു എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി വരുമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി. ശ്രീ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ശ്രീ PA മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം നിൽക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ T സിദ്ദീഖ്, കൽപ്പറ്റ MLA, അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വയനാട്ടിൻ്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. മാഡത്തിനെയും വെൽക്കം ടു യു മാഡം ഫോർ ജോയിനിങ് us on this very special occasion. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ വിഷ്ണുദാസ് MLA നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ വന്നിട്ടുള്ള മറ്റ് വിശിഷ്ടരായിട്ടുള്ള ഓഫീസേഴ്സ്, ഇവിടെ ശ്രീ സംഷദ് മരക്കാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വയനാട്ടിലും DPCയുടെ നേതൃത്വത്തിലും നമ്മുടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനുമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷദ് മരക്കാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുക്കാൻ പിടിക്കുന്ന റവന്യൂ വകുപ്പ് സെക്രട്ടറി ശ്രീമതി ടിങ്കു ബിസ്വാളിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് നമ്മുടെ ജില്ലാ കളക്ടർ നമ്മളോടൊപ്പമുണ്ട്. KSDMAയുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. ഇത് കൂടാതെ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടും സ്വാഗതം ചെയ്യേണ്ടുന്നത്, ഇന്നിവിടെ നമ്മൾ ഗുണഭോക്താക്കളായി ഈ ടൗൺഷിപ്പിൻ്റെ ഗുണഭോക്താക്കളായി നമ്മൾ കണ്ടിട്ടുള്ള കുടുംബങ്ങളും അതിലെ കുടുംബനാഥരും അവരുടെ എല്ലാ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്തു. സ്നേഹം നിറഞ്ഞ നാട്ടുകാരിവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പും എല്ലാ വിധത്തിലും വയനാട്ടിലെ ഈ ദുരന്തത്തിൽ കൈത്താങ്ങായിട്ട് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ധാരാളം പേർ ഇവിടെ എത്തി നിൽക്കുന്നു. ഈ എല്ലാവരെയും ഒരൊറ്റ വാചകത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കത്തിൽ നിന്നൊഴിയുന്നു. നമസ്കാരം.